ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്താ പറയുക, അപ്പോൾ മാക്സിമം ഞാൻ ഡെയിലി റീഡിംഗ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് എക്സാം ഒക്കെ ആയിരുന്നു, പിന്നെ എനിക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ തിരക്കിലായി പോകുന്നുണ്ട്. അതും പഠിക്കാൻ എനിക്ക് ടൈം തികയുന്നില്ല. പ്രാക്ടീസും എക്സാമൊക്കെ ആയതുകൊണ്ട് ഡിസ്കൗണ്ട് ഒക്കെ എല്ലാ മാസവും നടക്കുന്നുണ്ട്. ഇപ്പം ഈ മാസത്തെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. കാരണം നമ്മളിപ്പോൾ യൂട്യൂബിൽ അങ്ങനെ വേണ്ടത്ര രീതിയിൽ അനൗൺസ് ചെയ്യുന്നില്ല ഡിസ്കൗണ്ട്. കാരണം നമ്മൾ ഡിസ്കൗണ്ടിൽ വളരെ കുറച്ച് വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ അധികം പേരിലേക്ക് എത്തുന്നില്ല. പിന്നെ കൂടുതലും നമ്മൾ വാട്സപ്പിലാണ് ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് കുറേ പേര് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പരാതിപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീഡിയോസ് ഇപ്പോൾ ഈ വർഷം വളരെ കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഒരു ദിവസം കഴിവതും 2 വീഡിയോസൊക്കെ വെച്ച് നമ്മൾ ഡെയിലി ഇട്ടിരുന്നതാണ്. അതെല്ലാവരും പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഈ വർഷം നമുക്ക് വേണ്ടത്ര രീതിയിൽ അത്രയും അങ്ങോട്ട് ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ഒരുപോലെ അല്ലല്ലോ, നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകും. ബട്ട് സ്റ്റിൽ നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടം തന്നെയാണ്. കാരണം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ചില സമയത്ത് പറ്റാറില്ല. അതുകൊണ്ടാണ്, അത്രയും പറ്റാത്തത് കൊണ്ടാണ്. കാരണം നമുക്കിത് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പരിപാടിയല്ലല്ലോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നു, ഇപ്പോൾ സാധാരണ ഒരു യൂട്യൂബേഴ്സിന്റെ പോലത്തെ ഒരു ചാനലല്ല ഇത്. ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാർഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റിനും വേറെ ആരും പാടില്ല. അപ്പം നമുക്ക് പ്രൈവസി വേണം. സോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എനർജി ഉണ്ടായിരിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, പ്രാർത്ഥനകൾ ചെയ്യണം, ബ്രേസ്ലെറ്റ്സുകൾ ചാർജ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് വേണം ഈ ഒരു റീഡിംഗ് എടുക്കാനായിട്ട്. സാധാരണ രീതിയിലുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പോലെ ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ വ്ളോഗൊക്കെ എനിക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് യൂട്യൂബിലെ പണമാണ് എൻ്റെ ടാർഗറ്റ് എങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് വ്ളോഗൊക്കെ ഇട്ട് എനിക്ക് കുറേ പൈസ ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിനോട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഗൈഡൻസ് ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റാത്തത്. കാരണം ഇതിന് നമുക്ക് പ്രൈവസി വേണം, ടൈം വേണം, എനർജി വേണം. സോ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈവസി വേണം, സമയം വേണം, എനർജി വേണം. ഓക്കെ, അതാണ്. അപ്പം പലപ്പോഴും എനിക്ക് വീട്ടിലെത്തുമ്പോൾ രാത്രിയാകും, അതിരാവിലെ പോകണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പം അങ്ങനെയാണ് പിന്നെ മാറ്റിവെച്ച് ഇങ്ങനെ നമുക്ക് ഗ്യാപ്പ് വന്ന് പോകുന്നത്. ഓക്കെ, അല്ലാതെ നമുക്കിപ്പോൾ വ്ളോഗ് ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണെങ്കിൽ നമുക്ക് എന്ത് വ്ളോഗ് വേണമെങ്കിലും ഇടാം, അല്ലേ? നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിടാം. പക്ഷെ അങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മാത്രം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങനെ ഐ മീൻ ആ ഒരു നമ്മൾക്കിടയിൽ ആ ഒരു അകൽച്ച വന്നു പോകുന്നത്. കാരണം ഈ ഒരു വീഡിയോയിലൂടെ മാത്രമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. വേറൊരു രീതിയിൽ വേറൊരു തരത്തിലുള്ള വീഡിയോസും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതും കൂടി മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ വേറെ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, വേറെ രീതിയിലുള്ള കുക്കിംഗ് വീഡിയോസ് ഇട്ടൂടെ, ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഇട്ടൂടെ, അങ്ങനെ ഇട്ടൂടെ ഇങ്ങനെ. പക്ഷെ അതിനോട് എനിക്കറിയില്ല. ചിലപ്പോൾ ഭാവിയിൽ ഇടുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അറിയില്ല, ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഇടുമായിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പ്രണയബന്ധത്തെ തകർത്തെറിയുവാൻ ശ്രമിച്ച ദുഷ്ടശക്തിയെ ഈ വ്യക്തി തിരിച്ചറിയുന്നു. അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ലാഗായി പോയി, ഇപ്പം തന്നെ 4 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ സ്ക്രീനിൽ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു എനർജിയെ പറ്റിയിട്ട് ഈ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത്
നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോൾ ടൈ ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു എന്നാണ്. അതായത് ഈ പേഴ്സൺ എപ്പോഴും, അതായത് ഈ പേഴ്സൺ ഒരു പക്ഷേ ഈ പേഴ്സന്റെ ചിന്തകളേക്കാൾ കൂടുതൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ പേഴ്സന്റെ സോളുമായിട്ടാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് സോൾ കണക്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കും മനസ്സുകൾ തമ്മിലാണ്, അല്ലെങ്കിൽ ചിന്തകൾ തമ്മിലാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് തമ്മിലാണ് നിങ്ങൾ രണ്ടുപേരും കണക്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും, നിങ്ങൾ രണ്ടുപേരും വിചാരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് സോൾ കണക്ഷൻ ആണ്. അപ്പൊ സോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ആത്മാക്കൾ തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ ശാപമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീഡം ഇല്ലായ്മയാണ്, സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരു കാരണവശാലും സന്തോഷിക്കാൻ കഴിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് അല്ലേ. അത് ഈ പേഴ്സന്റെ കാര്യം മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവജാലങ്ങൾക്കാണെങ്കിൽ പോലും, അതിപ്പോ ഒരു കിളിയാണെങ്കിൽ പോലും, ഒരു പക്ഷിയാണെങ്കിൽ പോലും, ഒരു കുഞ്ഞു കിളിയാണെങ്കിൽ പോലും അതിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ അത് എന്താ പറയാ, വെറുതെ ഒരു ജീവനുള്ളൊരു സാധാരണ നരകിച്ച് ജീവിക്കുന്ന ഒരു വസ്തു മാത്രമാണ് അല്ലേ. ഒരു ജീവനുള്ള ഒരു വസ്തു അത് മാത്രമാണ്. അപ്പോ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന ഒരു വസ്തു, ഒരു ജീവനുള്ള ഒരു ശരീരം. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഒരു പ്രാവ് അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രാവ് വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി പറക്കുന്ന ഒരു എനർജീനെയാണ് കാണിക്കുന്നത്. അത് വളരെയധികം സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു തറങ്കലിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക, ഒരു തറങ്കലിലായി പോയിട്ടുള്ള ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ആ ലേഡിക്ക് താക്കോൽക്കൂട്ടം കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് താക്കോൽക്കൂട്ടം കൊടുക്കുന്നുണ്ട്. അതും കൊടുക്കുന്നത് ചെറിയൊരു തുമ്പിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു രക്ഷകനായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റാരൊക്കെയോ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു നിമിഷത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ഹോൾഡ് ദ സ്പേസ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും വന്നു ചേരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആക്ച്വലി ഈ റിലേഷൻഷിപ്പില് നിങ്ങളും ഈ പേഴ്സണും തമ്മിലാണ് ഒന്നിക്കേണ്ടത്. പക്ഷേ ഈ പേഴ്സന്റെ ജീവിതത്തില് നിങ്ങളുടെ സ്ഥാനത്തിന് പകരം വേറൊരാളും, നിങ്ങളുടെ ജീവിതത്തില് ഈ പേഴ്സന്റെ സ്ഥാനത്തിന് പകരം വേറൊരാളും വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സണെ സ്വന്തമാക്കാൻ വേറൊരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ സ്വന്തമാക്കാൻ വേറൊരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ആ ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളെ മാക്സിമം ചേർത്ത് പിടിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഈ പേഴ്സൺ തയ്യാറല്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ ഗോബ്ലിങ്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഗോബ്ലിങ്സ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും അതൊരു കൂടോത്രം, ആഭിചാര ദോഷം, ശത്രുദോഷം, അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലും ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താനും നശിപ്പിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പ്രക്രിയകളുണ്ടല്ലോ, അതിന്നും ഈ ലോകത്ത് ചെയ്യുന്നുണ്ട്. പല വിശ്വാസത്തിലും പല രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പൊ എന്താന്ന് വെച്ചാല് ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തികൾ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് പല രീതിയിലും പല ഭാവത്തിലും പല സാഹചര്യത്തിലും നിങ്ങളെ രണ്ടുപേരെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉറപ്പിച്ചു പറയാനാകും എന്നുള്ളതാണ്. അത് ആദ്യമൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും കണ്ണ് കെട്ടിയതുപോലെ ആയിരുന്നു. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും സംഭവിക്കുന്നത്. നിങ്ങൾക്കിടയിൽ തല്ലുപിടുത്തം ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വാക്കുതർക്കം ഉണ്ടാകുന്നു. ബട്ട് ആക്ച്വലി എന്താണ് റീസൺ അത് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇതിൽ പലതും ഇപ്പോൾ ഈ വ്യക്തിയായിട്ട്, അതായത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് മുൻകൈ എടുത്ത് മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലൈസിങ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് നിങ്ങൾ പണ്ടെപ്പോഴേക്കോ മാനിഫെസ്റ്റേഷൻ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു സ്വപ്നത്തിലേക്കാണ് ഈ ഒരു കാര്യം ചെന്നെത്തിച്ചേരാൻ പോകുന്നത്. അതായത് വെഡ്ഡിങ്ങിലേക്കാണ്, അതായത് കല്യാണത്തിലേക്കാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെന്നെത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും, അതായത് നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ആ ഒരു കല്യാണത്തിനെ കുറിച്ച് എന്തായാലും നമ്മൾ ആഗ്രഹിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ അപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകളോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം, അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇപ്പോഴാണ്. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയെ സ്വന്തമാക്കണമെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സ്വന്തമാകണമെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ടെസ്റ്റ് പാസ്സാകണം. അങ്ങനെ ഒരു തലയിലെഴുത്ത് നിങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ആഭിചാര ദോഷങ്ങൾ വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ മുജ്ജന്മ കർമ്മം വെച്ചിട്ട് വന്നതാകാം, അല്ലെങ്കിൽ ഈ ജന്മത്ത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു കർമ്മമാകാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഏകദേശം പാസ്സായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ദെൻ അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇതൊരു വെഡ്ഡിങ് കാർഡാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വെഡ്ഡിങ് ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾ എത്ര പേര് മാനിഫെസ്റ്റേഷൻ ചെയ്തു എന്നെനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ അതൊരു റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കിടയിൽ ഇപ്പം എന്താണോ ഇല്ലാണ്ടിരിക്കുന്നത്, അത് ഇൻറ്റിമസി ആയിരിക്കാം, പരസ്പരം വിശ്വാസമായിരിക്കാം ഇല്ലാണ്ടിരിക്കുന്നത്, പരസ്പരം സന്തോഷമായിരിക്കാം. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും കാലം പ്രണയിച്ചു, പക്ഷെ എന്തൊക്കെയോ നിങ്ങൾക്കിടയിൽ ഇല്ല, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ രണ്ടുപേരും നന്നായി തന്നെ ആ നിങ്ങളിലെ പോരായ്മകളെല്ലാം തന്നെ നികത്താൻ പോകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കിടയിൽ ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ മിസ്സിംഗ് ആണ്. പക്ഷെ ആ കാര്യങ്ങൾ നിങ്ങൾ നികത്താൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ദ ഹോളി സ്പിരിറ്റ്, അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവിക ശക്തി, അതേത് ദൈവം ആയിക്കോട്ടെ, ഏത് ശക്തി ആയിക്കോട്ടെ, ആ ഒരു ശക്തിയുടെ എനർജി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് മുറുകെ പിടിക്കുക. ദുഷ്ട ശക്തികളിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള രക്ഷ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മറിമായങ്ങൾ ഉണ്ടാകും, അത്ഭുത പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അത് നിങ്ങളുടെ ദൈവം തന്നെയായിരിക്കും, നിങ്ങളുടെ ഇഷ്ട ദൈവം, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ട ദൈവം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എക്സ്പെക്ട് മിറാക്കിൾ എന്നാണ്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കൂ. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം കുറച്ച് നാളൊക്കെ നിങ്ങൾ ദുഷ്ടശക്തികളിൽ കീഴ്പ്പെട്ട് പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ അതിൻ്റെ മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എവിടെയും വീണു പോകേണ്ട ആവശ്യമില്ല. കാരണം
നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ബിക്കോസ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവ് സൈഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഒന്ന് നിങ്ങൾ അടിതെറ്റി വീണ് പോയിട്ടുണ്ടാകാം, ബട്ട് അത് എന്ന് കരുതി നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ് എന്നല്ല. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.